ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്മയർ ഫാഷൻ എന്നുള്ളൊരു മോഡലിംഗ് കമ്പനി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മോഡലിംഗ് കമ്പനിയാണ്. ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകളും ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു മോഡലിംഗ് കമ്പനി ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വളർച്ചയിനകത്ത് ധാരാളം പ്രതിബന്ധങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ ഞരമ്പ് രോഗികളും കുറേ വ്യാജന്മാരും. ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ മോഡൽസ് ഉണ്ട്, അവരുടെ പേരിലൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ റിപ്ലൈ അയക്കും, സ്വാഭാവികമായിട്ടും അഡ്മയറിൻ്റെ മോഡൽ എന്ന ലെവലിൽ എന്തെങ്കിലും അവർ റിപ്ലൈ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറുന്നു. അപ്പം ഈ വ്യാജ പ്രൊഫൈലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം അത് നിർത്തിക്കാറുണ്ട്. പിന്നെ ബൾക്ക് റിപ്പോർട്ടിങ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഫേക്ക് ഇഷ്യൂസ് നമ്മൾ കുറേ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് അഡ്മയറിൻ്റെ പേജിന് പകരം മറ്റൊരു പേജ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കളിച്ച് ആശാൻ്റെ നെഞ്ഞത്തേക്ക് എന്നുള്ള ലെവലിലേക്ക് എത്തി കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനും CEO ഇസ്മയിലും കൂടെ ഇന്നൊരു പരാതി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ കൊടുത്തു. അതുകൂടാതെ തന്നെ ഈ ഫേക്കിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മളവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നാളെ ഞങ്ങൾ പോകുന്നത് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൂടെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അറിയാലോ, ഇങ്ങനത്തെ ഈ വ്യാജന്മാരും അതേപോലെ തന്നെ ഇത്തരം ഒരു ഞരമ്പ് രോഗികളും വല്ലാത്ത പ്രശ്നമാണ്. എല്ലാ മേഖലയിലും ഇതുണ്ടെന്ന് അറിയാം. പക്ഷേ ഇത് എന്താ പ്രശ്നം അറിയാം, ഈ ഒരു പേജുകളിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും ഈ തെണ്ടികൾ കാണിച്ചു കൂട്ടുന്നുണ്ടാവുക. അപ്പം ഈ ഞരമ്പ് രോഗം നിർത്തിക്കണമെങ്കിൽ ഇത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം. കാരണം ഇത് അറിയാലോ, നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളിലേക്കും ഈ തെണ്ടികൾ കാണിച്ചു കൂട്ടുന്നുണ്ടാവുക. അപ്പം എന്തായാലും ഈ ഒരു അറിയിപ്പ് അപ്ഡേറ്റ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്.